ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് വിത്ത് ജനുജി. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ആർട്ടിക്കിൾസ് പഠിച്ചു, അതിൽ എയും ആനും ഉപയോഗിക്കേണ്ട നിയമം പഠിച്ചു. ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഓർ ആൻ. എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കേണ്ട അതിൻ്റെ വ്യത്യാസമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എവിടെയാണ് ആൻ ഉപയോഗിക്കുക, എവിടെയാണ് എ ഉപയോഗിക്കുക. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് വൗവൽ ലെറ്റേഴ്സ് ആൻഡ് കോൺസണൻ്റൽ ലെറ്റേഴ്സ്, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും. അപ്പോൾ ഇംഗ്ലീഷിലെ നിയമം ഇതാണ്: ആൻ ഈസ് യൂസ്ഡ് ബിഫോർ വൗവൽ സൗണ്ട്സ്, എ ഈസ് യൂസ്ഡ് ബിഫോർ കോൺസണൻ്റൽ സൗണ്ട്സ്. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ലെറ്റർ ആൻഡ് സൗണ്ട് ആർ ഡിഫറെൻ്റ് ഇൻ ഇംഗ്ലീഷ്, ബട്ട് ഇൻ മലയാളം ലെറ്റർ ആൻഡ് സൗണ്ട് ആർ സെയിം. ഇത് നമ്മൾ നേരത്തെ ഒരു ലെസണിൽ പഠിച്ചൊരു കാര്യം തന്നെയാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അതായത് ലെറ്റർ എന്ന് പറഞ്ഞാൽ അക്ഷരം, സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബ്ദം അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണം. ഇംഗ്ലീഷിൽ അക്ഷരവും ഉച്ചാരണവും രണ്ടും രണ്ടാവും പലയിടത്തും. മലയാളത്തിൽ അങ്ങനെയല്ല. ശബ്ദവും അതുപോലെ തന്നെ ലെറ്റർ അക്ഷരവും ഒന്നാണ്. അക്ഷരവും അതുപോലെ ഉച്ചാരണവും ഒന്നാണ് മലയാളത്തിൽ. ശബ്ദവും ഉച്ചാരണവും വ്യത്യസ്തമാണ്. അക്ഷരവും ഉച്ചാരണവും വ്യത്യസ്തമാണ് ഇംഗ്ലീഷിൽ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ആപ്പിൾ അതിൻ്റെ തുടക്കത്തിൽ അക്ഷരം എ എന്നാണ്. നമ്മൾ എ എന്ന് എഴുതിയിട്ട് പക്ഷെ വായിക്കുന്നത് എന്താണ്? ആ എന്നാണ്. ആപ്പിൾ എ എന്ന് എഴുതും, എന്നിട്ട് ആ എന്ന് വായിക്കും. ഇനി എഗ്ഗിൽ ആദ്യത്തെ അക്ഷരം ഇ ആണ്, പക്ഷെ നമ്മൾ ഉച്ചരിക്കുന്ന എഗ് എന്നാണ്. ഇഗ് എന്ന് പറയില്ലല്ലോ, എഗ്. അതുപോലെ തന്നെ ഇങ്ക്, INK, ഇങ്ക്. ആദ്യത്തെ അക്ഷരം ഐ ആണ്, നമ്മൾ ഉച്ചരിക്കുന്നത് എന്താണ്? ഇ. അപ്പോൾ ഐ എന്ന് എഴുതും, ഇ എന്ന് ഉച്ചരിക്കും. ഇ എന്ന് എഴുതും, എ എന്ന് ഉച്ചരിക്കും. എ എന്ന് എഴുതും, എന്നിട്ട് ആ എന്ന് ഉച്ചരിക്കും. പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ആ എന്ന് എവിടെ എഴുതിയാലും അച്ഛൻ, അമ്മ, അതെ, എല്ലായിടത്തും ആ എന്ന് തന്നെയാണ് ഉച്ചാരണം. അപ്പം ലെറ്ററും സൗണ്ടും ഒന്നാണ്. ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ലെറ്റർ ആൻഡ് ദ സൗണ്ട് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ അത് മനസ്സിലായി. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ദർ ആർ 26 letters in English. 26 letters. They are divided into 2 vowels and consonants, or vowel letters and consonantal letters. 26 അക്ഷരങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. 5 സ്വരാക്ഷരങ്ങൾ, അതിനെ വവ്വൽസ് എന്നും പറയും, വവ്വൽ ലെറ്റേഴ്സ് എന്നും പറയും. സ്വരാക്ഷരങ്ങൾ ഏതാണ്? 5 എണ്ണം. എ, ഇ, ഐ, ഒ ആൻഡ് യു. ഈ 5 അക്ഷരങ്ങൾ, ഇതിനെ സ്വരാക്ഷരങ്ങൾ എന്ന് വിളിക്കും. ബാക്കിയുള്ള 21 ലെറ്റേഴ്സ്, ബി, സി, ഡി, എഫ്, ജി, എച്ച് തുടങ്ങിയ 21 അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളെ കോൺസണൻ്റൽ ലെറ്റേഴ്സ് അല്ലെങ്കിൽ കോൺസണൻസ് എന്ന് പറയും. അതായത് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷിൻ്റെ കാര്യമാണ്. പക്ഷെ നമുക്ക് എയും ആനും ഉപയോഗിക്കുന്നതിന് എളുപ്പ മാർഗം എന്താണെന്ന് വെച്ചാൽ ഈ മലയാള അക്ഷരങ്ങളൊന്ന് പഠിക്കുക, മലയാള അക്ഷരങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ആരോടും ചോദിക്കുകയാണ് മലയാളത്തിൽ ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ ഇൻ മലയാളം മാർക്ക്. ഇംഗ്ലീഷ് വേഗം പറയും 26. പക്ഷേ മലയാളം എത്തുമ്പോൾ ഓരോരുത്തർ കൺഫ്യൂഷനാണ്. 52 എന്ന് പറയുന്നവരുണ്ട്, 54, 56, ഇങ്ങനെ 50 കൂട്ടിയിട്ടാണെന്ന് അറിയാം. ഏതൊന്ന് പറയും. പക്ഷെ നമ്മൾ അറിയേണ്ടത് 51 അക്ഷരാളി എന്നാണ് പറയുക. കാരണം നമ്മൾ മലയാളികളായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് അക്ഷരം അറിയണമല്ലോ. 51 അക്ഷരാളി, അക്ഷരങ്ങളുടെ കൂട്ടം. അലി എന്ന് പറഞ്ഞ കൂട്ടമാണ്. 51 അക്ഷരാളി. അപ്പം 51 അക്ഷരങ്ങളുടെ കൂട്ടമാണ് മലയാളം എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസം വരും, കാരണം പുതിയ ലിപികളൊക്കെ വന്നപ്പോൾ ചെറിയ വ്യത്യാസമുണ്ടെങ്കിലും പൊതുവെ അറിയപ്പെടുക 51 അക്ഷരങ്ങൾ എന്നാണ്. അതിലാദ്യത്തെ 15 അക്ഷരം നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ, ഈ, ഊ തുടങ്ങി അമ്മിൽ അവസാനിക്കുന്ന 15 അക്ഷരങ്ങൾ, അതാണ് മലയാളത്തിലുള്ള സ്വരാക്ഷരങ്ങൾ. അതേസമയം വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയാണ്? കച്ചട്ടത്തപ്പ, യാ, രാ, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അത് ആ 36 അക്ഷരങ്ങളെയാണ് മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മളിവിടെ പഠിക്കണം. കാരണം എന്താണെന്നറിയോ? ഇംഗ്ലീഷിൽ 26 ലെറ്റേഴ്സേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചു. 5 നമ്മൾ പറഞ്ഞ 5 വവ്വൽ ലെറ്റേഴ്സ്. ശരിക്ക് വവ്വൽ ലെറ്റേഴ്സ് 5 ഉള്ളൂ, ബട്ട് 20 വവ്വൽ സൗണ്ട്സ്, 20 വവ്വൽ സൗണ്ടുകളുണ്ട്. 12 വവ്വൽസ് ആൻഡ് 8 ഡിപ്തോങ്സ്. വവ്വൽസ് എന്ന് പറഞ്ഞാൽ സ്വരങ്ങൾ, ഒന്നിലധികം സ്വരാക്ഷരങ്ങൾ ചേരുന്നതിനെയാണ് ഡിപ്തോങ്സ് എന്ന് ഇംഗ്ലീഷ് പറയും. ഇത് ഫെനറ്റിക്സിൽ വരുന്നതാണ്. അതിലേക്കൊന്നും നിങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ആ താല്പര്യമുള്ളവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് 12 സ്വരശബ്ദങ്ങളും 8 ഡിപ്തോങ്സ് എന്നാണ് പറയുക.
12 8 20. അപ്പം അക്ഷരങ്ങൾ 5 എണ്ണമേ ഉള്ളൂ, പക്ഷേ ഉച്ചാരണം വരുമ്പോൾ 20 എണ്ണം ഉണ്ട്. അത് ഫെനറ്റിക്സിൽ വരുന്നു. അതുപോലെ ബാക്കി 21 കോൺസണൻ്റ് ലെറ്റേഴ്സ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷേ ശബ്ദങ്ങൾ വരുമ്പം 24. അപ്പം 20 + 24 = 44 സൗണ്ട്സ്. 26 ലെറ്റേഴ്സ് ബട്ട് 44 സൗണ്ട്സ്. ഇതാണ് ഇംഗ്ലീഷിൻ്റേത്. അപ്പം അതൊക്കെ നമുക്ക് മറന്നിട്ട് നമുക്ക് ഈ മലയാള അക്ഷരം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 15 വൗവൽ ലെറ്റേഴ്സ് ആൻഡ് അതർ 36 കോൺസണൻ്റൽ ലെറ്റേഴ്സ്. ഇതൊന്ന് ഓർക്കുകയാണെങ്കിൽ ബാക്കിയൊക്കെ മറന്ന് നമുക്ക് എയും മാനും തെറ്റുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി പറഞ്ഞു നോക്കാം. AEIOU ഇതാണല്ലോ വൗവൽ ലെറ്റേഴ്സ്. അതുകൊണ്ട് തുടങ്ങുന്ന പദങ്ങൾ എടുക്കുക. ആപ്പിൾ. ഇപ്പം ആപ്പിൾ എന്ന പദം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ച കാര്യം മറന്നു പോകരുത്. നൗൺ, കൗണ്ടബിൾ, സിംഗുലർ. ഇത് 3 എണ്ണം ഒത്തു വന്നാൽ മാത്രമേ എ അല്ലെങ്കിൽ ആൻ ചേർക്കുന്ന പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഇനി എ വേണോ ആൻ വേണോ എന്നുള്ളതാണ്. അപ്പം ആൻ വേണമെങ്കിൽ അവിടെ സ്വര ശബ്ദം വേണം, അക്ഷരമല്ല ശബ്ദം വേണം. അപ്പം നോക്കാം. ആപ്പിൾ. ആ ആപ്പിളിൽ ആദ്യത്തെ 3 കാര്യം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എയും ആനും എ അല്ലെങ്കിൽ ആൻ ചേർത്തേ പറ്റും. ഇനി എ വേണോ ആൻ വേണോ? അപ്പോൾ അവിടെ ആപ്പിൾ ആ എന്നാണ് ആദ്യത്തെ ഉച്ചാരണം. അത് നോക്കും മലയാളത്തിലെ അതിൽ ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആൻ ആപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നോക്ക് യക്ക്, EGG യക്ക്. അതിൽ ആദ്യത്തെ അക്ഷരം ഇ ആണ്. അത് മലയാളത്തിലെ അതിൽ വരുന്നുണ്ട്. അപ്പം ആൻ എഗ് തന്നെ വേണം. ഇനി ഇഡിയറ്റ്, ID ഐ ആണ് തുടങ്ങുന്ന ഇഡിയറ്റിൽ അല്ലേ? അവിടെ ഐ ആണ് തുടങ്ങുന്ന ഉച്ചാരണം വരുന്ന ഇ ആണ്. അത് മലയാളത്തിലുണ്ട് ഇഡിയറ്റ്. അപ്പം ആൻ ഇഡിയറ്റ്. സോ ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഇഡിയറ്റ്. ഇനി നോക്ക് ഓറഞ്ച്. 4ാമത്തെ അക്ഷരമാണ് O. ഓറഞ്ച്. O ആണ് തുടങ്ങുന്ന ഉച്ചാരണം O തന്നെയാണ്. അപ്പം തീർച്ചയായിട്ടും ആൻ ഓറഞ്ച്. അവസാനത്തെ അംബ്രല, UMBRELL അംബ്രല, കുട. അംബ്രല തുടങ്ങുന്ന യു എന്ന ലെറ്റർ ആണെങ്കിലും ഉച്ചാരണം വരുന്ന ആ എന്നാണ്. അത് മലയാളത്തിലുണ്ട്. എന്നാണ് ആദ്യം തുടങ്ങുന്നത് തന്നെ. അപ്പം അംബ്രല, ആൻ അംബ്രല. സോ ആൻ ആപ്പിൾ, ആൻ എഗ്, ആൻ ഇഡിയറ്റ്, ആൻ ഓറഞ്ച്, ആൻ അംബ്രല. അപ്പം കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പം നമ്മൾ മലയാളത്തിൽ ആദ്യത്തെ 15 അക്ഷരങ്ങളുടെ ആ ശബ്ദം വരുന്നുണ്ടെങ്കിൽ ആൻ ചേർത്തേക്ക്. ക്ലിയർ? ഇനി ഇതിലൊരു എക്സെപ്ഷൻ വരും. ഈ എന്ന് പറയുന്ന ആ ലെറ്റർ ശ്രദ്ധിക്കുക. എഗ്, എലിഫൻറ്റ് എന്നൊക്കെ പറയുമ്പം അത് സ്വരശബ്ദമാണ് വരുന്നത്. എന്നാൽ ഈ കൊണ്ട് തുടങ്ങുന്ന യൂറോപ്യൻ, EUR തുടങ്ങുന്ന EUR വെച്ചിട്ടാണ്. അപ്പോൾ ഈ ആണ് ആദ്യത്തെ അക്ഷരം. പക്ഷേ അതിന് ഉച്ചാരണം യൂറോപ്യൻ എന്നാണ്, യാ എന്നാണ് വരുന്നത്. യാ എന്നുള്ളത് മലയാളത്തിൽ എവിടെയാണ് വരുന്നത് നോക്ക്. ഈ 15 അക്ഷരങ്ങളിൽ പെടുന്നില്ല. ഏറ്റവും അവസാനം യാ, രാ, ലാ, വ അതിലല്ലേ വരുന്നത്. അപ്പം യൂറോപ്യൻ, യാ എന്നുള്ളത് വ്യഞ്ജന ശബ്ദമാണ്. അവിടെ ഒരിക്കലും ഈ കണ്ടതുകൊണ്ട് ഉടനെ പോയിട്ട് ആൻ ചേർക്കരുത്. യൂറോപ്യൻ. മറ്റൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, യൂനക്ക്, UNUCH, യൂനക്ക്. അവിടെ നോക്ക്, അതും ഈ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഉച്ചാരണം യാ എന്നാണ്, യൂനക്ക്. അപ്പോൾ അവിടെ എന്താ ചേർക്കുക? യൂനക്ക് എന്നേ പറയുള്ളൂ. യൂനക്ക് മീൻസ് എ കാസ്ട്രേറ്റഡ് പേഴ്സൺ. പണ്ടത്തെ വലിയ വലിയ കൊട്ടാരങ്ങളിലൊക്കെ കാവൽ ജോലിക്ക് നിർത്തിയ പുരുഷന്മാർ, അവരുടെ ടെസ്റ്റിക്കിൾസൊക്കെ റിമൂവ് ചെയ്ത് അങ്ങനെയുള്ളവരെ ഷണ്ടന്മാർ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്, ഓർ നമ്മൾ മലയാളത്തിൽ ഷണ്ടന്മാർ എന്ന് പറയും, കാസ്ട്രേറ്റഡ് പേഴ്സൺസ്. അവരെയാണ് യൂനക്ക് എന്ന് വിളിച്ചിരുന്നത്. യൂനക്ക് ഇംഗ്ലീഷിലെ വേർഡാണ് യൂനക്ക്. അവിടെ യൂനക്ക് എന്ന് പറയുമ്പോൾ യാ ശബ്ദം വരുന്നതുകൊണ്ട് യൂനക്ക്. അപ്പോൾ 2 പദങ്ങൾ കണ്ടു, യൂനക്ക്, യൂറോപ്യൻ. അതേസമയം എഗ്ഗും എലിഫൻ്റൊക്കെ വരുമ്പം ആൻ എലിഫൻറ്റ്, ആൻ എഗ് തന്നെ വേണം. അതേസമയം ഇവിടെ പിന്നെ ആണ് ഉപയോഗിക്കുക. ഇനി അടുത്ത് നോക്ക്, O എന്ന ശബ്ദം നോക്ക്. അപ്പം നേരത്തെ നമ്മൾ ആൻ ഓറഞ്ച് എന്നാണ് പറഞ്ഞത്. എന്നാൽ 1 rupee note, 1 rupee note O കൊണ്ടാണ് തുടങ്ങുന്നത്. 1 എന്ന് പറയുമ്പോൾ O കൊണ്ടാണ് തുടങ്ങിയത്, പക്ഷെ ഉച്ചരിക്കുന്ന വ എന്നാണ്. അപ്പം നോക്ക്, നമ്മൾ മലയാളത്തിൽ എവിടെയാണ് വരുന്നത്? ലാസ്റ്റ് യാ, രാ, ലാ, വ. അവിടെ 1 rupee note, one-eyed man, ഒരു കണ്ണുള്ള മനുഷ്യൻ, one-eyed man, one-legged man, ഒരു കാലുള്ള മനുഷ്യൻ, one-legged man, one-way road, ഒറ്റയടിപ്പാത, ഒരു വശത്തേക്ക് മാത്രം പോകാൻ പറ്റുന്നതാണ് one-way road. കണ്ടില്ലേ? അവിടെയൊക്കെ one ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും ആൻ കൊണ്ടേ ചേർക്കില്ല. ഇനി 3ാമത്തെ അക്ഷരം കൂടി ചേർക്ക്. ഏതാണത്? യു. അംബ്രല എന്ന് പറഞ്ഞപ്പം ആൻ അംബ്രല എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ യൂണിഫോം തുടങ്ങിയത് യു കൊണ്ടാണ്, ഉച്ചാരണം യാ തന്നെയാണ്.
അതും കണ്ടില്ല, വ്യഞ്ജന ശബ്ദമാണ്, വ്യഞ്ജനാക്ഷരമാണ്, വ്യഞ്ജന ശബ്ദമാണ്. അപ്പം എങ്ങനെ പറയാ? എ യൂണിഫോം, എ യൂണിയൻ, എ യൂണിവേഴ്സിറ്റി, ഇങ്ങനെയാണ്. അപ്പം ഇംഗ്ലീഷിൽ എ ഇ ഐ ഒയും എ ഇ ഐ ഒയും 5 സ്വരാക്ഷരങ്ങളാണ്. ഈ 3 അക്ഷരം ശ്രദ്ധിക്കണം. ഇ ഒ യു. അതിന് വ്യഞ്ജന ശബ്ദം ആണ് വരുന്നതെങ്കിൽ അവിടെ ആനിന് പകരം എ ഉപയോഗിക്കണം. ഇത്രയേ ഉള്ളൂ. ആ റൂൾസ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എച്ച്. ഇംഗ്ലീഷിൽ എച്ച് എന്ന് നിങ്ങൾക്കറിയാം, അത് ഒരു വ്യഞ്ജന അക്ഷരമാണ് എച്ച്. പക്ഷെ അതിൻ്റെ ഉച്ചാരണത്തിൽ ചിലപ്പോൾ മാറ്റം വരും. ഫോർ എക്സാമ്പിൾ, HORS, ഹോഴ്സ്. ഹോഴ്സിൻ്റെ അർത്ഥം എന്താ? കുതിര എന്നാണ്. അവിടെ ഹ, മലയാളത്തിലെ ഹ എന്ന അക്ഷരം ശബ്ദമാണ് വരുന്നത്. സോ എ ഹോഴ്സിനെ നമ്മൾ പറയുള്ളൂ. എന്നാൽ HONEST, ഓണിസ്റ്റ്, അവിടെ എച്ച് ഉച്ചരിക്കില്ല, എച്ച് സൈലൻ്റ് ആവും. ഇംഗ്ലീഷിൽ ഒരു 5-8 പദങ്ങളേ ഉള്ളൂ എച്ച് സൈലൻ്റ് ആവുന്നത്. അവിടെ മുഴുവൻ സൈലൻ്റ് ആയിട്ട് സ്വരശബ്ദം, എച്ച് വ്യഞ്ജന അക്ഷരമാണ്, വ്യഞ്ജന ശബ്ദമാണ്, പക്ഷേ സ്വരശബ്ദത്തിലേക്ക് മാറുന്നു. ആദ്യത്തെ അക്ഷരം സൈലൻ്റ് ആവും. അപ്പം അങ്ങനെ വരുന്ന ഏതൊക്കെയാണ് പദങ്ങൾ നോക്കിയാൽ മതി. ആൻ ഓണിസ്റ്റ് ബോയ്, സത്യസന്ധനായ കുട്ടി. ആൻ അവർ, HOUR, അവർ. അവർ എന്ന് പറഞ്ഞാൽ മണിക്കൂർ എന്നാണ്. അപ്പോൾ അതിൽ ഹവർ എന്ന് ഉച്ചരിക്കില്ല, അവർന്ന് ആന്ന് ഉച്ചരിക്കുള്ളൂ. ആൻ അവർ. ആൻ ഓണിസ്റ്റ് ബോയ്, ആൻ അവർ, ആൻ ഓണറബിൾ ലേഡി. ഓണറബിൾ മീൻസ് മാന്യയായ, ബഹുമാനിയായ എന്നാണ്. ആൻ ഓണറബിൾ ലേഡി. ആൻ എയർ, എയർ എന്ന് പറഞ്ഞാൽ അവകാശി എന്നാണ്. HEIR ആണ്. അതിൽ എച്ച് ഉച്ചരിക്കില്ല, എയർ എന്നാണ്. ആൻ എയറസ്, അവകാശിനി. ആൻ എയർലൂം, അവകാശം. ആൻ ഓണറേറിയം. ഇങ്ങനെ കുറച്ച് പദങ്ങളേ ഉള്ളൂ എച്ച് സൈലൻ്റ് ആവുന്നത്. ഇതൊന്നും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ്? ആൻ ഓണിസ്റ്റ് ബോയ്, ആൻ അവർ, ആൻ എയർ, ആൻ എയറസ്, ആൻ എയർലൂം, ആൻ ഓണറബിൾ ലേഡി, ആൻ ഓണറേറിയം. ഇത്രയും പദങ്ങളൊന്നും ഓർത്താൽ മതി. അവിടെ എച്ച് സൈലൻ്റ് ആവുന്നതുകൊണ്ട് ആനാണ് ചേർക്കേണ്ടത്. ഇത്രയേ റൂൾസ് ഉള്ളൂ. അപ്പോൾ ഇതും പഠിച്ചു കഴിഞ്ഞു. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ റൂൾസ്. ക്ലിയർ ആയല്ലോ? ഇനി ഇന്നും നമുക്ക് ഒരു ചെറിയ നിത്യജീവിതത്തിൽ ഒരു ഫ്രേസ് പഠിക്കാം. അന്ന് നമ്മൾ ഒറ്റയടിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പറയും ഒറ്റയിരിപ്പിന് ഒരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ഒറ്റയിരിപ്പിന് അവൻ 50 പൊറാട്ട കഴിച്ചു, അല്ലെങ്കിൽ അവനൊരു 50 കോഴിമുട്ട കഴിച്ചു എന്നൊക്കെ നമ്മൾ പറയും ആ ഒറ്റയിരിപ്പിന്. അല്ലെങ്കിൽ നമ്മൾ പറയും ചില സമയത്ത് ഒറ്റയടിക്ക് ഒറ്റയിരിപ്പിന് ഞാനൊരു പുസ്തകം വായിച്ചു തീർത്തു. ഈ ഒറ്റയിരിപ്പിന് എന്നുള്ളതിന് അതിൻ്റെ അർത്ഥം എന്താണ്? വിത്തൗട്ട് സ്റ്റോപ്പിംഗ്, നിർത്താതെ എന്നാണ്. നിർത്താതെ. അതിന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. അതാണ് അറ്റ് എ സ്ട്രെച്ച്. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ നിവർത്തുക എന്നാണ്. കയ്യും കാലൊക്കെ നിവർത്തുന്ന സ്ട്രെച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അറ്റ് എ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ ഒറ്റയിരിപ്പിന്, നിർത്താതെ, വിത്തൗട്ട് സ്റ്റോപ്പിംഗ് എന്നാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഹി എയ്റ്റ് 50 eggs അറ്റ് എ സ്ട്രെച്ച്. ഒറ്റയിരിപ്പിന് അവൻ 50 കോഴിമുട്ട അകത്താണ്. ദെൻ യു സി ഹി റെഡ് 500 pages അറ്റ് എ സ്ട്രെച്ച്. ഒറ്റയിരിപ്പിന് 500 പേജുള്ള ആ പുസ്തകം അവൻ അങ്ങോട്ട് വായിച്ചു തീർത്തു. 500 പേജാണ് ഒറ്റയിരിപ്പിന്. അവൻ അവിടെ നിന്ന് ഇരുന്നിടത്ത് എഴുന്നേറ്റില്ല. ഹി റെഡ് 500 pages അറ്റ് എ സ്ട്രെച്ച്. അപ്പം ഇങ്ങനെ നമുക്ക് അറ്റ് എ സ്ട്രെച്ച് ഉപയോഗിക്കും. ചിലപ്പം നമ്മൾ പറയും ഐ റാൻ 20 kilometers അറ്റ് എ സ്ട്രെച്ച്. ഒരൊറ്റതിന് ഞാനൊരു 20 kilometers, 20 kilometer ഞാൻ ഓടിയെന്നാണ്, നിർത്താതെ ഓടിയെന്നാണ്. 20 kilometer ഞാൻ നിർത്താതെ ഓടി. അന്ന് നമ്മൾ അറ്റ് എ സ്ട്രോക്കാണ്, ഒറ്റയടിക്ക് എന്ന് പറയുന്നത്. സിംഗിൾ ആക്ഷനാണ്. ഇത് വിത്തൗട്ട് സ്റ്റോപ്പിംഗ് ആണ്, നിർത്താതെ. ക്ലിയർ? അപ്പം നമുക്ക് 2 ഫ്രേസുകളായി. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് എവറിത്തിങ്. ലെറ്റ്സ് മീറ്റ് അഗെയിൻ. Till then, goodbye.